അമ്മയുടെ മകള് അമ്മയുടെ അടുത്ത് തിരിച്ചെത്തും. 2 ആഴ്ച കഴിഞ്ഞൊരു ഫോളോ അപ്പ് ഉണ്ട്. മരുന്നിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. എന്തെങ്കിലും ചേഞ്ച് കണ്ടാൽ അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കണം. ശരി ഡോക്ടർ. തന്റെ ഭാര്യയല്ലേടോ, പോയി വിളിച്ചോണ്ട് പാടോ. ഇവിടെ തോറ്റുപോരുത്. രണ്ടുപേരും ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം. തളർന്നു പോവാതെ ധൈര്യപൂർവ്വം അർച്ചന അത് ചെയ്തേ പറ്റൂ. എന്നാലും എങ്ങനെ എനിക്കതിന് കഴിയണം. എന്തായാലും തൽക്കാലം അർച്ചന ഗൗരിമോളുടെ അടുത്തേക്ക് ചെല്ല്. അവളുടെ അവസ്ഥ അറിഞ്ഞിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ധൈര്യമായിട്ടിരിക്കുക. എന്ത് സഹായത്തിനും ഞാൻ കൂടെ ഉണ്ട്. ഡോക്ടർ എന്താ അച്ഛാ പറഞ്ഞേ? അതോ, ഡോക്ടർ പറഞ്ഞത് എന്റെ ഗൗരിമോള് ഭയങ്കര മിടുക്കിയാന്ന്. അത് വെറുതെ അച്ഛൻ ചുമ്മാ പുളു അടിച്ചതാ. അയ്യോ, അച്ഛൻ സത്യാ പറഞ്ഞത്. അല്ലെങ്കിലും അച്ഛന്റെ മോള് ഭയങ്കര മിടുക്കിയല്ലേ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം അച്ഛനും മോക്കും അമ്മയ്ക്കും കൂടി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോവാൻ. എവിടെ അച്ഛൻ നമ്മൾ പോകുന്നേ? മോക്ക് പോവാൻ ആഗ്രഹമുള്ള എല്ലാ സ്ഥലത്തും അച്ഛൻ കൊണ്ടുപോകും. പിന്നെ അച്ഛനൊരു കാര്യം പറയാൻ മറന്നുപോയി മോളോട്. മോളെ കാണാൻ ചിപ്പിമോള് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അത് ചിപ്പി എന്താ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാതിരുന്നേ? അന്നേരം മോള് നല്ല ഉറക്കത്തിലായിരുന്നല്ലോ. അപ്പോ ഡോക്ടറുകൾ പറഞ്ഞു ആരെ അകത്തേക്ക് കയറ്റി വിടണ്ടെന്ന്. അപ്പോ ചിപ്പിമോൾ അങ്ങ് തിരിച്ചുപോയി. കഷ്ടായിപ്പോയി. എനിക്ക് ചിപ്പിയെ കാണാൻ പറ്റിയില്ലല്ലോ. ആഹാ, അച്ഛനും മോളും കൂടി വർത്താനം പറയാണോ? ഒരുപാട് വർത്താനം പറയരുതെന്ന് ഡോക്ടർ പറഞ്ഞേ. വർത്താനം പറഞ്ഞ എന്താ അച്ഛാ? ഓ, അതൊക്കെ ഡോക്ടറുകൾ ചുമ്മാ പറയുന്നതല്ലേ. അമ്മ ശിവന്റെ അമ്പലത്തിലെ മോക്ക് വേണ്ടി മൃത്യുഞ്ജയ അർച്ചന കഴിപ്പിച്ചതാ. അച്ഛാ, എന്താ മോളെ? എനിക്ക് സത്യങ്ങളിലൊന്ന് കാണണം. സത്യങ്ങളൊരു പാവ അച്ഛാ. അച്ഛ ഇനി സത്യങ്ങളോട് വഴക്കിടരുത്. അച്ഛനും സത്യങ്ങളും തമ്മിലുള്ള പിണക്കം മാറ്റണം. ശരി മോളെ, അച്ഛനിപ്പോ വരാം. സത്യങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. അങ്കിൾ എന്ത് പാവാണെന്നറിയോ? എന്തായാലും ഇന്ന് ആന്റിയെ കാണാൻ നല്ല ചന്തമുണ്ട്. നീ അങ്ങനെ അമ്മയെ കളിയാക്കൊന്നും വേണ്ട. ഇവിടുന്ന് ഇറങ്ങിക്കോട്ടെ. ഈ ക്ഷീണമൊക്കെ തീർത്ത് നമ്മൾ പഴയതുപോലെ ഉഷാറാവും, അല്ലേ അമ്മ? കഴിഞ്ഞ ദിവസത്തെ ആന്റിയുടെ ലക്ഷണം കണ്ടപ്പോ ഇത്ര പെട്ടെന്നൊരു മാറ്റം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് കമല? ആശ്വാസമുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചു. ഇടത്തോട്ടും വലത്തോട്ടും നോക്കി. ഇനി നാക്കൊന്ന് നീട്ടിയേ. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ടിൽ വേറെ ഒരു പ്രോബ്ലം കാണുന്നില്ല. PP നല്ലപോലെയുണ്ട്. അതിന് മെഡിസിൻ കഴിക്കണം.
എങ്കിലേ അത് കുറയൂ. മരുന്ന് കഴിക്കില്ലേ? ഉം. മുമ്പത്തെ അവസ്ഥയേക്കാൾ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. വേണമെങ്കിൽ നാളെ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്യാം. എന്തു പറയുന്നു? ഒരു ദിവസം മുമ്പേ വീട്ടിൽ പോകാൻ സാധിച്ച അത്ര നന്നായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ആന്റി പഴയ പോലെയാവും, അതെനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പൊക്കെ കൊള്ളാം, പക്ഷേ മരുന്ന് മുടക്കരുത്. ഉം. കമലയ്ക്കിപ്പോൾ മരുന്ന് സാന്ത്വനമാണ് ആവശ്യം. ട്രീറ്റ്മെന്റ് ഒന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വീട്ടിൽ ചെന്നാലും മരുന്നും ഭക്ഷണവും വിശ്രമവും എല്ലാം ഇതുപോലെ തന്നെ തുടരണം. അമ്മയ്ക്ക് ഞങ്ങൾ ഒരു ടെൻഷനും കൊടുക്കില്ല. ടെൻഷൻ കൊടുക്കാതിരിക്കലല്ല, അമ്മ ആഗ്രഹിക്കുന്നത് കൊടുക്കുന്നതാണ് അമ്മയ്ക്ക് സന്തോഷമാവുക. ഞാൻ നേരത്തെ പറഞ്ഞ സച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ. മനസ്സിലായി ഡോക്ടർ. ഉറക്കം, ഭക്ഷണം, മരുന്ന്, ഈ 3 കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം. ആന്റിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചോളാം. ഇത്രയും സ്നേഹമുള്ള മക്കളുള്ളപ്പോ കമല എന്തിനാ പേടിക്കുന്നത്? എന്തായാലും ഇന്നുകൂടി നമുക്കിവിടെ കിടക്കാം. നാളെ ഡിസ്ചാർജ് ചെയ്യാം. എന്തു പറയുന്നു? അപ്പൊ റെസ്റ്റ് എടുത്തോളൂ. ശരി. സച്ചി ഒന്ന് വരൂ. എന്താ ഡോക്ടർ? നാളെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞത് ശരി തന്നെ, പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ സച്ചിയുടെ കയ്യിലാണ്. ഞാൻ എന്താ ഡോക്ടർ ചെയ്യണ്ടേ? ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനോ? കമല ആഗ്രഹിക്കുന്നത് അവരുടെ മകളുടെ സാമീപ്യമാണ്. അത് കൊടുക്കാൻ സച്ചിക്ക് സാധിച്ചാൽ കമല സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഇല്ലെങ്കിൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ ഡോക്ടർ? തൻ്റെ അമ്മയ്ക്ക് ആവശ്യം മരുന്നും ഗുളികകളും നിങ്ങളുടെ കെയറും മാത്രമല്ല, സ്നേഹവും സുരക്ഷിതത്വവും കൂടിയാണ്. ഒപ്പം നഷ്ടപ്പെട്ടു പോയ മകളെ തിരിച്ചു കിട്ടി എന്ന തോന്നലും. അത് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അമ്മയുടെ രോഗം അവിടെ തീരും. ഇനി അധികം താമസിക്കത്തില്ല ഡോക്ടർ. അമ്മയുടെ മകള് അമ്മയുടെ അടുത്ത് തിരിച്ചെത്തും. 2 ആഴ്ച കഴിഞ്ഞൊരു ഫോളോ അപ്പ് ഉണ്ട്. മരുന്നിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. എന്തെങ്കിലും ചേഞ്ച് കണ്ടാൽ അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കണം. ശരി ഡോക്ടർ. തന്റെ ഭാര്യ അല്ലേടോ, പോയി വിളിച്ചോണ്ട് പാടോ. ശരി ഡോക്ടർ.